തന്നെ ഒരു കമ്പനിക്കാരൻ പണി എടുക്കാൻ വിളിച്ചേട്ടാ. അവന്മാർ ചെറിയൊരു സ്റ്റേജിൻ്റെ വർക്ക് പരിപാടിയൊക്കെ ഉള്ള ടീമാണ്. ഞങ്ങൾ നേരെ നൈസായിട്ട് അവന്മാർക്ക് ഫ്ലവർ എടുക്കാൻ വേണ്ടി പോകുന്നത്. പണി എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഫ്ലവർ എടുക്കാൻ വേണ്ടി പോണത്. ഫ്ലവർ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി അവന്മാരവിടെ ഉണ്ട്. അപ്പോൾ നേരെ ഫ്ലവറൊക്കെ എടുത്തിട്ട് വരാൻ കാര്യം പോകുന്നുണ്ടാ. ഫ്ലവറിടും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് പോകും. അവിടെ വണ്ടി ഇപ്പോണ്ട് പോകാനുള്ള ഒരു ഭാഗത്ത് അനന്ത് വെയിറ്റ് ചെയ്യുന്നതിനാട്ടാ. ചെങ്കാറിൽ അനന്തുവിൻ്റെ സാഹസിക റൈഡ് കാണാൻ പോണാണ്. അത്ര പൊക്കത്തേക്ക് കയറ്റണം കേട്ടെ. അനന്ത് വേണം റൈഡ് ചെയ്യാൻ പോണ ഗൈസ്. അനന്തു സാഹസികമായ ഉള്ളിലാട്ട് കയറ്റണാണ് ഗൈസ്. ദൈവമേ, അയ്യോ അയ്യോ, ആ ചേട്ടന്മാരെന്ന് കാണിച്ചെനി ഇറക്കണം. അനന്ത് കലക്കി അനന്ത് ചവിട്ടിയാണ്ട് ഇട്ടോ. അതാ വണ്ടിയൊക്കെ ഇടിച്ച് പൊളിച്ചൊക്കെയുണ്ട്. ഇനിയൊരു മടക്ക് വരണ്ടായിരുന്നു ചേട്ടാ. ദൈവമേ, അയ്യോ, അങ്ങനെയൊക്കെ ഫൈനലി കയറി ഗൈസ്. വിലക്ക് ഗൈസ്. അങ്ങനെ സാധനങ്ങൾ മേടിക്കാനായിട്ട് കടയിലെത്തിയിട്ടുണ്ട്. സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഗൈസ്. സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ അനന്തു. അപ്പോൾ ഇവന്മാരുടെയൊക്കെയാണ് ഗൈസ് ഈ സ്റ്റേജിൻ്റെ പരിപാടിയും വേറെ അടുത്തവും കൂടിയുണ്ട്. നൈസായിട്ട് ഒരു സ്റ്റേജിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കിഡിലാണ്. നല്ല രസമാണ് കാണാനും. എല്ലാം പരിപാടിയും അടിപ്പനാണ്. നിങ്ങൾക്ക് ഇവരുടെയായിട്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ താഴത്ത് കൊടുത്തേക്കാം. ഇവരുടെ നാളത്തെ പരിപാടി ഞാൻ പറഞ്ഞാൽ കാണിച്ചു തരാം. നമ്മളൊരു കമ്പനിക്കാരൻ്റെ ചേട്ടൻ്റെ കല്യാണം കൂടിയാണ് ഗൈസ്. അപ്പോൾ മനസ്സ് നിറച്ച് സന്തോഷത്തോടെ തരുന്നതാണ് അവന്മാരുടെ പരിപാടി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നേരെ ഇനി വീട്ടിൽ ചെന്ന് വർക്കിന് പോവുകയല്ല. വർക്കുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. ആ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ നാളത്തെ പരിപാടി കാണിച്ചു തരാം. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും ഞാൻ നാളെ വരാൻ ഗൈസ്. ഓക്കെ, ബാക്കി ഇത് ഇവിടെ തുടങ്ങുകയാണ്. ഇവരാണ് കേട്ടോ ഈ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഇന്നലെ ബാക്കി നടത്താൻ പോണ ഗൈസ്. അവന്മാരുടെ സ്റ്റേജിൻ്റെ പരിപാടി ഞാൻ കാണിച്ചു തരാം. എന്താ തട്ടിയാൻ കയറി അവന്മാരുടെ പണിയില്ലാട്ടാ. കാണിച്ചു തരാം ഗൈസ്. അടുത്തൊക്കെ വരണപ്പടി ഇതൊക്കെ ഗൈസ്. അവന്മാരൊക്കെ മുട്ടൻ പണിയിലാണ് കേട്ടാ. ഇവിടെ നിതിനും പണിയെടുക്കാൻ. അപ്പോൾ ഞാൻ പണിക്കോട് ഞാൻ ഇവരുടെ പണി ബാക്കി സ്റ്റേജിൻ്റെ പരിപാടിക്ക് ഞാൻ വൈകിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, വണ്ടിയും വെച്ച് ഞാൻ കല്യാണ പരിപാടിക്ക് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ ഏകദേശം കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെക്കനും പെണ്ണൊക്കെ വീട്ടിൽ പോയി ഗൈസ്. പരിപാടി കാണിച്ചു തരാം. ഞാൻ സ്റ്റേജ് കാണിച്ചു തരാട്ടെ. അതൊക്കെ തീർന്ന് ഗൈസ്. ഇതാണ് ഏകദേശം സ്റ്റേജ്. ഞാൻ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ. ഓക്കെ, കോശിയൊക്കെ ഇരിപ്പുണ്ടോ. വന്ന് കയറിയപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കായിരിക്കും. ജോജോ അങ്ങനെ കഴിഞ്ഞ ദിവസം ചാനലുണ്ടായിരുന്നു. അതില് ഞാനും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം ഗൈസ്. ഞാൻ സ്റ്റേജ് കാണിച്ചു തരാം. ഓക്കെ, സ്റ്റേജ് കല്യാണ ചെക്കനും പെണ്ണു പറഞ്ഞിട്ടാണ് നിൽക്കണം. പുറത്തേക്കണം നിൽക്കുച്ചേട്ടൻ. ഈ സ്റ്റേജായിരുന്നു. സ്റ്റേജ് നൈസാണ് കേട്ടാ. അമ്മാതിരി ഒരു ഇത് തന്നെയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരു ചെറിയ സ്റ്റേജ് ആണെങ്കിലും നൈസാണ്. പൊളിമൂട് അമ്പാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഈ സ്റ്റേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ബാക്കി സ്റ്റേജിൻ്റെ വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നോക്കിയാൽ ഞാൻ താഴത്ത് കൊടുത്തേക്കാം. സ്റ്റേജ് അഴിച്ചിട്ടിരിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് അക്കു വാശി ഞാൻ നല്ലൊരു സ്റ്റേജായിരുന്നു കേട്ടോ ഇത്. അവിടെ ഇടയിൽ വേറൊരാളെ ഇപ്പുണ്ട്. അതാണ് ആശി. പൊങ്ങടാ കുനിഞ്ഞിരിക്കാണ്ട് ആകണ്ട പോക്കി. സ്റ്റേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ പൊളിമൂട് അമ്പാടിയായിരുന്നു സ്റ്റേജ്. പൊളിമൂട് നല്ല സ്റ്റേജ് ആയിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്മമാരെ കണക്ട് ചെയ്താൽ മതി ഗൈസ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഗൈസ്.